നമ്മള് താഴെ പുഴയിൽ പോവാനുണ്ട് ഗൈസ്. നമ്മള് പുഴയിൽ പോലെ ചാട്ടി മറിഞ്ഞ് കുളിക്കാൻ വേണ്ടി പോവാനുണ്ട് ഗൈസ്. അപ്പൊ നമ്മള് പോവാൻ വേണ്ടിട്ട് നിക്കുകയാണ്. എന്റെ കയ്യിൽ നോക്ക് ഗൈസ്, ബക്കറ്റിൽ തുണിയുണ്ട് ഗൈസ്. നല്ല വെയിറ്റ് ഉണ്ട് ഗൈസ്. മോശടാ അയ്യോ ഗൈസ്, അപ്പളാണ് കേട്ടോ ഗൈസ് നമ്മുടെ ഇവിടെ വെക്കണ്ടോ പോ ഗൈസ്. അപ്പം നമ്മളിവിടെ നിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഒരു പേരമരം ഉണ്ട് കേട്ടോ ഗൈസ്. ഇതാട്ടോ നമ്മുടെ പേരമരം. ഓ സോറി ഗൈസ്, എൻ്റെ കയ്യിൽ ഫുൾ എണ്ണയാണ് കേട്ടോ ഗൈസ്, അത് കാരണമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ പേരമരം വന്നിട്ട് ഗൈസ്. ഈ പേരമരത്തിന്റെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വെള്ള പേരയ്ക്കാണ് കേട്ടോ ഗൈസ്. മാത്രമല്ല ഈ പേരയിലെ പേരയ്ക്ക് മധുരമില്ല ഗൈസ്. പച്ചയ്ക്കാ മധുരമില്ല, പച്ചയിലൊരു മൂത്ത ഒരു ഇതില്ലേ, അത് പഴുത്തിട്ട് ഒരു മധുരമില്ല. അത് വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേരയ്ക്ക് മുഴുവനും ഇങ്ങനെ വീണ് പോകുന്നില്ല. അവൻ്റെ കയ്യിൽ നോക്ക് ഗൈസ്, കുറേ എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ മോസ്റ്റ് ആയിട്ട് എന്താ പറയുക, കുറേ എണ്ണം ഉണ്ടാവും, കുറേ എണ്ണം ചാടിപ്പോവും. അതാണ് നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് കഴിക്കാൻ കിട്ടാറില്ല. എനിക്കാണെങ്കിൽ അധികം പഴുത്ത പേരയ്ക്ക് എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. എനിക്കൊരു മീഡിയം പഴുത്ത പേരയ്ക്കാണ് കേട്ടോ ഗൈസ് ഇഷ്ടം. വെട്ടും ഞാൻ വെട്ടും ചവിട്ടിയാണോ എൻ്റെ ബ്രാക്ക് തുടങ്ങി പണ്ടേ പറ്റില്ല കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം അമ്മേനെ ഒരു സ്മോൾ പച്ചക്കറി തോരമാണ് കേട്ടോ ഗൈസ് ഇത്. അയ്യോ അപ്പം ഞാൻ ബക്കറ്റ് പിടിച്ചിട്ട് ഗൈസ് നമ്മളിന്ന് വലിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ വഴിക്കാണ് ഗൈസ് പോകുന്നത്. നമ്മുടെ വിറകടുക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ ഇത് ഗൈസ്. അപ്പം അമ്മ വേറെ വഴിക്ക് എന്താ സാധനം, നമ്മൾ ആ വഴിക്കല്ലേ പോകുന്നത്. നമ്മൾ വേറെ വഴിക്ക് കാട്ടിക്കൂടി മോസ്റ്റ് അഡ്വഞ്ചറസ് ആയിട്ട് JCB കുറേ എന്താ പറയുക ലാറിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്, പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായിരുന്നു ഓക്കെ. അപ്പം അതേ നമ്മളിങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഗൈസ്, കുഞ്ഞാച്ചി വാവാറ്റിയും അമ്മയൊക്കെ മുമ്പിൽ നടക്കുന്നുണ്ട് കേട്ടോ ഗൈസേ. അയ്യോ അപ്പോൾ ഗൈസേ നോക്ക്, ഇത് മഴക്കാലമാണ്. നിങ്ങൾ ആരെങ്കിലും പറയും എന്തൊരു വെയിലാന്നറിയോ ഗൈസേ. ഇപ്പോൾ പുഴയിൽ പോയാലും മോസ്റ്റായിട്ട് പുഴേൻ്റെ കല്ലിലേക്കായിരിക്കും വെയിൽ. കണ്ടില്ലേ ഭയങ്കര വെയിലാണ് കേട്ടോ ഗൈസേ. അപ്പം ഈ ഒരു രക്ഷ ഗൈസ്. അപ്പം നമുക്ക് മോസ്റ്റായിട്ട് നടക്കാം. എൻ്റെ ഗൈസേ നോക്ക് ഗൈസ്, എൻ്റെ കൈ സ്വെറ്റ് ആവുന്നത് നിങ്ങൾ കാണുന്നത് നോക്കൊക്കെ, തുള്ളി വെള്ളം ഒഴുകുകയാണ് ഗൈസ്. എൻ്റെ കൈ ഭയങ്കരമായിട്ട് സ്വെറ്റ് ആകും കേട്ടോ, കൈയും അതെ കാലും അതെ. അപ്പം നമ്മളിതേ മോസ്റ്റായിട്ട് ഈ വഴികളിൽ കൂടി നടക്കുവാണ് ഗൈസ്. ഈ വഴി ഫുൾ ബ്ലോക്കാണ് കേട്ടോ. താഴെ അവർ എന്താ പറയുക മോസ്റ്റായിട്ട് പണി നടക്കുന്നതുകൊണ്ട് തന്നെ എന്താ പറയുക നമ്മുടെ ഈ വഴിക്ക് വന്നപ്പോൾ കണ്ടില്ലേ മോസ്റ്റ് ബ്ലോക്കാണ്. പോരാത്തതിന് ഈ വഴിക്കത്തെ കാട് വരെ വെട്ടിയിട്ടില്ല കേട്ടോ. ഇത് കണ്ടില്ലേ ഫുൾ കാടെന്ന് പറഞ്ഞാൽ ഫുൾ കാട്. ഇവിടെയൊക്കെ വല്ലതും ഒളിച്ചിരുന്നാൽ കാണുപോലും ഇല്ല എൻ്റെ കൈസ്. ഇവിടെയില്ലേ ഫുള്ള് മറ്റേ നമ്മുടെ കൊങ്ങിണീൻ്റെ മുള്ള് ഭയങ്കര സീനാണ് കൈസ്. അതാണ് നമ്മുടെ അധികം നമ്മുടെ കാല് ചുറ്റി വലയുന്നത് കേട്ടോ. അയ്യോ ഭയങ്കര വിഷയമാണ് കൈസെ. പക്ഷേ കണ്ടില്ലേ കൈസ്, നമ്മളിത് എവിടെ സ്ഥലം ഒന്നും പോലും തിന്നുണ്ടാവില്ല, ഏതോ ഒരു വലിയ കാട്ടിലേക്ക് വന്നൊരു ഫീലായിരിക്കും അല്ലേ കൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇഞ്ചി മാങ്ങാത്തോട്ടം. എനിക്കൊന്ന് കുഞ്ഞാച്ചി വീഡിയോ ഇട്ടിട്ടുണ്ടോ നമ്മുടെ ഇഞ്ചി മാങ്ങ തോട്ടത്തിനെ പറ്റി വീഡിയോ ഇട്ടിട്ടുണ്ടെന്നാണ് കൈസ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ മോസ്റ്റ് ആയിട്ടുള്ള ഇഞ്ചി മാങ്ങ തോട്ടമാണ് കൈസ്. ഇപ്പോൾ ഫുള്ള് നോക്ക് കാട് കഴിക്കണം. ഇഞ്ചി മാങ്ങ അതുപോലെ കാപ്പിയുണ്ട് കേട്ടോ ഇവിടെ മോസ്റ്റായിട്ട്. അപ്പോൾ കൈസ് നമുക്ക് നടക്കാം, ഒരു രക്ഷയില്ല, ഫുൾ കാടാണ് കൈസ്. കൈസ് അപ്പോൾ നമ്മുടെ ഇഞ്ചി മാങ്ങകൾ കണ്ടില്ലേ കൈസ്, ചെറുതായിട്ടിരിക്കുന്നത് കൈസ്. അപ്പോൾ നമ്മളിന്ന് വേറൊരു പുതിയ വഴിക്കാണ് പോകുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ കൈസ്. അപ്പോൾ കണ്ടില്ലേ കൈസ്, ഇതാണ് നമ്മുടെ പുതിയ വഴി. ഈ വഴി നേരെ കണ്ടില്ലേ കൈസ് റോട്ട് ചെന്നിട്ടാണ് ഈ വഴി അവസാനിക്കുന്നത് കേട്ടോ. നേരെ നമ്മുടെ ചീങ്കലയിലേക്കുള്ള ഇല്ല അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ അല്ലേ, നമ്മുടെ ഗുളികൻ കടവിലേക്കുള്ള എന്താ പറയുക മോസ്റ്റായിട്ടുള്ളതാണ് കൈസേ വഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ വഴി കൂടി ഇങ്ങനെ കണ്ടില്ലേ കൈസേ മോസ്റ്റായിട്ട് ബക്കറ്റും പിടിച്ചിട്ട് നടക്കുകയാണ് കേട്ടോ. അമ്മേ അപ്പം മോസ്റ്റായിട്ട് നടക്കാം ഗൈസ്. ഈ വെയിൽ സഹിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഗൈസ് അപ്പം നോക്ക് ഗൈസേ, അങ്ങനെ നമ്മൾ മോസ്റ്റായിട്ട് നോക്കുക ഗൈസ്. ഇവിടെ ഒരു പുളിമരമുണ്ട് കേട്ടോ. പുളിമരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടംപുളി മരമാണ് കേട്ടോ ഗൈസ്. ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ പച്ചയായിട്ടുള്ള ഗൈസ്. ഇനിയിപ്പോൾ പഴുത്തിട്ട് മോസ്റ്റായിട്ട് ഇതെല്ലാം കുറേ വീടും കേട്ടോ. ചിലതൊക്കെ പഴുത്ത് നിൽപ്പുണ്ട് കണ്ടില്ലേ. മോസ്റ്റായിട്ടുള്ള നമ്മുടെ കുടംപുളി മരമാണ് കേട്ടോ ഗൈസ്. നല്ല രസമുണ്ട് ഈ മരം കാണാൻ വേണ്ടിയിട്ട്. അയ്യോ മോസ്റ്റായിട്ട് ഇത് കണ്ടില്ലേ കുറേ എണ്ണം ഉണ്ട് ഗൈസ്, കുറേ എണ്ണം ഉണ്ട്. അയ്യോ അപ്പോൾ നമുക്ക് കടിച്ചു നോക്കാം. നല്ല പുളി മോസ്റ്റ് ഗൈസ്. അപ്പോൾ നമ്മൾ മോസ്റ്റായിട്ട് ഇവിടെ ഒരു കാഴ്ച കണ്ടിട്ടുണ്ട്, വേറെ ഒന്നുമല്ല ഗൈസേ. നോക്കി ഇതാണ് നമ്മൾ കണ്ട കാഴ്ച ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, ഇത് മോസ്റ്റായിട്ടൊരു ഉറുമ്പും കൂടാണ് കേട്ടോ. അത് നമ്മുടെ കൂനിന് ഉറുമ്പിൻ്റെ കൂടാണ് ഗൈസ്. നിങ്ങളിവിടെ അവിടെ എന്താ ഗൈസ് ഈ ഉറുമ്പിനെ പറയുന്നത് എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ ഗൈസ്. അപ്പോൾ മോസ്റ്റായിട്ടൊരു ഉറുമ്പിൻ്റെ കൂടാണ് ഗൈസ്, നല്ല വലിയ കൂട് കേട്ടോ. അപ്പം നിങ്ങൾക്കറിയാലോ നമ്മുടെ ഉറുമ്പിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വെറുതെ ഇരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. അവർ 24 hours എന്താ പറയുക
പറയാ മോസ്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ്, ഒരു പ്രാണി ആണ് ഗൈസ് നമ്മുടെ ഉറുമ്പ് എന്ന് പറയുമ്പോൾ. അത്രയ്ക്കും എന്താ പറയുക മോസ്റ്റാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാനിങ്ങനെ ഓർക്കാറുണ്ട് കേട്ടോ ഗൈസ്, മോസ്റ്റായിട്ട് എന്താ പറയുക ഞാൻ ഉറുമ്പായി മാറിയിട്ട് ഉറുമ്പും കൂടിൻ്റെ ഉള്ളിൽ പോയിട്ട് ഉറുമ്പും കൂടിൻ്റെ ഉള്ളിൽ എന്താണെന്നൊക്കെ എന്താ പറയുക മോസ്റ്റായിട്ട് അറിയാനുള്ള ഭയങ്കര ഒരു ആകാംക്ഷ അപ്പോഴും തന്നെ ആയിക്കോട്ടെ. ഗൈസ് ഇവിടെ നോക്ക്, എൻ്റെ ഗൈസ് ഇത് നോക്കിക്കേ, എൻ്റെ ഗൈസ് നിറച്ചും നമ്മുടെ ചാമ്പയിൽ നോക്ക് ഗൈസ്. ചാമ്പയ്ക്ക പഴുത്തിട്ട് മോസ്റ്റായിട്ട് മുകളിൽ നിൽപ്പുണ്ട് കേട്ടോ. കുറേ എണ്ണം ഉണ്ട് കേട്ടോ ഗൈസ്. പക്ഷേ ഇപ്പോൾ ഭയങ്കര പുളിയല്ല, ഭയങ്കര പുഴുവായിരിക്കും ഗൈസ്. നമ്മുടെ കിണറ്റുകാരെയുള്ള ചാമ്പേനെ ഞാൻ പറിച്ച് നോക്കിയായിരുന്നു, നിറച്ചും പുഴുവായിരുന്നാലും ഇങ്ങനെ കാണുമ്പോൾ എവിടെ പോയി ഇങ്ങനെ കാണുമ്പം എന്താ അത് പറിച്ചിട്ട് കയ്യിൽ പിടിക്കാനും കഴിക്കാനൊക്കെ ഭയങ്കര ഇതാണ് കേട്ടോ. എന്തായാലും മോസ്റ്റുണ്ട് ഗൈസ്. അപ്പം നമ്മുടെ പുഴ, നമ്മുടെ മോസ്റ്റായിട്ടുള്ള നമ്മുടെ പുഴ എത്തിയിട്ടുണ്ട് ഗൈസ്. ഓ എൻ്റെ ഗൈസെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഗൈസ് ഞാൻ നോക്കിയത്. ഗൈസെ വേറെ ആരുമല്ല, നമ്മുടെ കല്യാണ സൗഗന്ധിക ഇവിടെ നിൽപ്പുണ്ട്. ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും ഗൈസ് എന്നെ നോക്കി കല്യാണ സൗഗന്ധിക ഇവിടെ നിൽപ്പുണ്ടാവും. അപ്പോൾ ഗൈസ് നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ്. രാവിലെ നമ്മൾ വരാതിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര വെയിലായിട്ടാണ്. ഒരു ഈവനിങ് നോക്ക് ഗൈസെ 4 o'clock ആവാൻ വേണ്ടിയിട്ടായിട്ടുണ്ട്. എന്നിട്ടും വെയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തലേന്ന് ഇത് അഴിക്കാം ഗൈസ്. അപ്പോൾ വേറെ എന്തായാലും എൻ്റെ തല നല്ല ചപ്രിയായിട്ടുണ്ട്. വേറെ ഒന്നുമല്ല ഗൈസ്, തല ചപ്രി ആവാനുള്ള ഏറ്റവും വലിയ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തലയിൽ നല്ല എണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ തലയൊക്കെ മോസ്റ്റായിട്ട് കുളിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ തലയിൽ എണ്ണ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? എന്തായാലും മോസ്റ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ പുഴ ഞാൻ നിങ്ങൾക്ക് ആർക്കും കാണിച്ചെന്നില്ലല്ലോ, പുഴ മോസ്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമ്മൾ മോസ്റ്റായിട്ട് നമ്മുടെ പുഴ എഴുതിയിട്ടുണ്ട്. അമ്മ എന്താ വെള്ളം കയറിയതാണ് ഇത്രയും മണല്? എൻ്റെ കൈസ് ഹലോ ഒന്ന് മാറി നിൽക്കുമോ കൈസ? ഒന്നും ചെയ്യാതെ എലിയാന്ന് പറയുന്നു. നോക്കട്ടെ കൈസ. അപ്പം അമ്മ പറയുന്നു മണൽത്തിട്ട വന്നത്, അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പം മോസ്റ്റായിട്ട് നോക്കാം. അപ്പോൾ അതേ ഞാൻ നല്ല അസലായിട്ട് പുഴയിലേക്ക് ഇറങ്ങി കൈസ. അമ്മേ നല്ല രസമുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട് കേട്ടോ. മോസ്റ്റായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? വാ മണൽ ഇത്രയും കേറിയതാണ് കേട്ടോ ഗൈസ്. മോസ്റ്റായിട്ട് മണൽ കയറി ഗൈസ്. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഈ പാലം ഇവിടേക്ക് ഭയങ്കര ചുഴി, ഇവിടേക്ക് ഭയങ്കര ആഴ്ത്തം, ഗൈസ് ഇങ്ങോട്ട് ഭയങ്കര താഴെ. അതുകൊണ്ടല്ലേ മോസ്റ്റായിട്ട് കണ്ടോ ഗൈസ്? ഗൈസ് ഇപ്പൊ ഈ പാലത്തിന്റെ അടിക്കേക്ക് ഞാൻ ആദ്യമായിട്ട് ഇറങ്ങുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇത്രയും നാൾ ഈ പുഴയിൽ കുളിച്ചിട്ട് ആദ്യമായിട്ട് ഈ പാലത്തിന്റെ അടിയിലേക്ക് മോസ്റ്റായിട്ട് കണ്ടില്ലേ ഗൈസ്? അപ്പോൾ ഒരു എലി നീന്തി വരുന്നതാണ് നിങ്ങൾ ഈ ഓണത്തിനെ കണ്ടോണ്ടിരിക്കുന്നത്. അമ്മേ എനിക്ക് വയ്യ. അതാ മോസ്റ്റായിട്ട് അപ്പോൾ കലങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പുഴയ്ക്ക് നോക്ക് ഗൈസ്, ഈ ഒരു ഭാഗമല്ലേ, ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ലൊരു ആഴമുണ്ട് കേട്ടോ. പിന്നെ ആഴല്ല ഗൈസ്, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മലക്കുമറ്റേ കുറേ താഴെയൊക്കെ മൂടുന്ന സമയത്തൊന്നും ഇതുവരെ അങ്ങോട്ട് പോയിട്ട്, കാരണം സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു. കാരണം അവിടെ ഭയങ്കര ഇങ്ങനെ മൂടി കിടക്കുമായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ അവിടെ പാമ്പുണ്ടോന്നൊക്കെ ഓർത്ത് പേടിയായിരുന്നു. അപ്പോൾ ഗൈസ് ഇത് കണ്ടോ, നമ്മുടെ ഈ പ്രാവശ്യം മഴ പെയ്തപ്പം മോസ്റ്റായിട്ട് നമ്മുടെ മണലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെള്ളം ഇവിടം വരെ കയറിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇത് കണ്ടില്ലേ? ഇവിടെ പുഴയിൽ ഇപ്പോൾ ഇത്രയും വെള്ളം ഇത്രയും പറ്റിയതാണ് കേട്ടോ. അപ്പോൾ വരാം. അപ്പോൾ നമുക്ക് ഗൈസ് മോസ്റ്റായിട്ട് കണ്ടില്ലേ, ഇത്രയും മണൽ മോസ്റ്റായിട്ട് കയറിയിട്ടുള്ളതാണ് കേട്ടോ. അമ്മേ നല്ല മോസ്റ്റായിട്ടില്ലേ? മോശമുണ്ട് ഗൈസ് എന്തായാലും. ഓ ഗൈസ് അപ്പോൾ ഭയങ്കര വെയിൽ. നമ്മളിപ്പോൾ നേരത്തെ പോയ സ്ഥലമല്ലേ, അവിടെ പോയപ്പോൾ അവിടെ ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ മോസ്റ്റായിട്ടൊരു ഷാൾ ഞാൻ ജസ്റ്റ് തലയിൽ കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ മോസ്റ്റായിട്ട് നമ്മുടെ കല്യാണ സൗഗന്ധികം ഫ്ലവറിൻ്റെ അടുത്തേക്ക് പോകാൻ കേട്ടോ ഗൈസ്. എനിക്ക് മുണ്ടിൽ തട്ടിയിട്ട് എനിക്ക് നടക്കത്തില്ല, കാരണം വീണതല്ല. അമ്മേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മുണ്ട് നമ്മുടെ മേത്ത് ഇങ്ങനെ ഒട്ടുവിട്ടോ ഗൈസ്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഫുൾ തൊട്ടാപ്പാടി എന്ന് പറഞ്ഞാൽ ഫുൾ തൊട്ടാപ്പാടിയാണ് കേട്ടോ. മുണ്ടുള്ളത് അത് വലിയ പ്രൊട്ടക്ഷനാണ്. പക്ഷെ എൻ്റെ ഗൈസ് ഇവിടെയൊക്കെ ഫുള്ള് കണ്ടില്ലേ ഗൈസ്? ഇവിടെയൊക്കെ ആകെ കാടും ഇതുമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ കല്യാണ സൗഗന്ധികം ഫ്ലവറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് ഈ ഫ്ലവർ. ഞാൻ എപ്പോൾ വന്നാലും ഈയിടെയായിട്ട് ഒരു ഫ്ലവർ മോസ്റ്റായിട്ട് ഇവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ചെവിയുടെ മച്ചന്മാർ കറങ്ങിയിട്ടുണ്ട്, കഴിയുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ ഗൈസ്? എൻ്റെ അമ്മോ എന്തൊരു മണം! ഈ കാറ്റും കൂടി അടിക്കുമ്പോൾ ഉണ്ടല്ലോ മോസ്റ്റായിട്ട് നമ്മുടെ എന്താ പറയുക ഈ ഫ്ലവർ ഭയങ്കരമായിട്ട് മണക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഈ ഫ്ലവറിൻ്റെ മണം മോസ്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് നമ്മുടെ
സൈഡിൽ വെക്കാം. നല്ല അടിപൊളിയായിട്ടില്ലേ ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടമാണോ ഗൈസ് ഈ ഫ്ലവർ? ഈ ഫ്ലവറിനെയാണോ ഇഷ്ടം, എന്നെയാണോ ഇഷ്ടം? നിങ്ങൾ പറയണം കേട്ടോ. എന്തായാലും കമൻറ്റ് ചെയ്തിട്ട് മറക്കരുത് കേട്ടോ. അടിപൊളിയായിട്ടില്ല, നല്ല മോസ്റ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ സൂര്യൻ നല്ല ജ്വാലാമുഖിയായിട്ട് നല്ല ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യദേവന് എന്നോടെന്തോ പ്രതികാരമുണ്ട്. എപ്പോൾ വന്നാലും ഇങ്ങനത്തെ വെയിലാണ് കേട്ടോ. അയ്യോ രക്ഷയില്ല ഗൈസ്, മോസ്റ്റാണ്. ഓക്കെ ഗായ്സ്, ഗൈസ് അപ്പോൾ മോസ്റ്റായിട്ട് അമ്മ മോസ്റ്റായിട്ട് അലക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആർക്കും നമ്മുടെ പാലം കാണിച്ചു തന്നില്ലല്ലോ. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, പണ്ടത്തെ കുഞ്ഞാച്ചിൻ്റെ വീടുകൾ നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ ഈ ഒരു ഏരിയയില്ലേ, ഇവിടെ അവിടെ ഫുള്ളായിട്ടും നിറച്ചു ഇല്ലായിരുന്നു ഗൈസ്. ഫുള്ള് നിറച്ചു ഒരു എന്താ പറയുക, ഒരു കൂടാരം പോലെ അത്രയ്ക്ക് രസമായിരുന്നു കേട്ടോ. പിന്നെ ഇവർ വന്നിട്ട് ആ ഇല്ലിയൊക്കെ ഇവിടുന്ന് വെട്ടി നല്ല വെയിലാക്കിയിട്ടുണ്ട്. വെയിൽ മുഖത്തേക്കും മനുഷ്യനെ മുഴുവൻ വെയിൽ കൊള്ളാൻ ഭാഗത്തുള്ള രീതിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മേ. അപ്പോൾ ഈ പാലത്തിൽ കൂടി നടക്കുവാണ് കേട്ടോ. നല്ല ഗൈസ് ഈ പാലം നമ്മളിതേ നേരത്തെ നിന്നത് ഇവിടെയാണിത്. അവരിതേ മോസ്റ്റായിട്ട് ഇവിടെ അലക്കുവാണ് കേട്ടോ ഗൈസ്. അയ്യോ അപ്പോൾ ഒരു രക്ഷയില്ല, നല്ല മോസ്റ്റായിട്ടുണ്ട് ഗൈസ്. നല്ല മോസ്റ്റായി അടിപൊളിയായിട്ട്. തൊട്ടപ്പുറത്ത് കണ്ടില്ലേ ഗൈസ്, തൊട്ടപ്പുറത്ത് അക്കരയാണ് ഗൈസ്. അക്കരയെന്ന് ഗൈസ് നിങ്ങൾ കാണുന്നുണ്ടോ ഒരു സാധനം? ഇത് കണ്ടോ ഗൈസ്, ഇവിടെ കാണുന്ന ഈ ഒരു മരം ഗൈസ്, അത് നമ്മുടെ ഒരു മൾബറി ആയിരുന്നു കേട്ടോ. അതെന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞാൽ വലിയൊരു തണലായിരുന്നു ഗൈസ്. നമ്മുടെ പുഴയിലേക്കൊക്കെ തന്നെ മോസ്റ്റ് വലിയൊരു തണലായിരുന്നു. ആ മൾബറി മരത്തിന് മൾബറി ഉണ്ടായിരുന്നു. നമ്മൾ മെയിനായിട്ട് പുഴയിലേക്ക് ഇരുന്ന് മൾബറി പറിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പണ്ടൊക്കെ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. ആദ്യം അത് വെട്ടി, പിന്നെ ആ പുറകെ ഇതെല്ലാം വെട്ടിയിട്ടോ ഗൈസ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഇതിൻ്റെ മോസ്റ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ. പ്രകൃതി രമണീയം മുഴുവനും എന്താ പറയുക പോയി. സത്യം പറഞ്ഞത് ഇത് മുഴുവനും പോയി ഗൈസ്. അതാണ് അവസ്ഥ. അയ്യോ എനിക്ക് വയ്യ ഗൈസ്, മോസ്റ്റ് ആയിട്ടുണ്ട് ഗൈസ്. എനിക്കൊന്നും അല്ല, എനിക്ക് ഓടിച്ചാടിപ്പോയിട്ട് പുഴയിൽ ചാടാനാണ് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് വെയിലാണ് ഗൈസ്. ഗൈസ് നോക്ക്, നമ്മുടെ വിടേലിയൻ്റെ മോസ്റ്റ് ആയിട്ട് തേനീച്ച കണ്ട് വിടേലിയ ഫ്ലവറിൻ്റെ തേൻ കുടിക്കുന്നതാണ് നിങ്ങളെ കണ്ടത്. അപ്പോൾ ഗൈസ് നോക്ക്, വിടേലിയ മോസ്റ്റ് നമ്മുടെ ഓണമൊക്കെ ആവാനായി. നമ്മുടെ നെക്സ്റ്റ് മന്ത് ആണല്ലേ നമ്മുടെ ഓണം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ ഫ്ലവറിൻ്റെ വീഡിയോയിൽ. നമ്മുടെ ഓണം ആവാറാകുമ്പോഴത്തേക്കാണ് നമ്മുടെ ഈ ഫ്ലവർ, നമ്മുടെ ഈ വിടേലിയ മോസ്റ്റ് ആയിട്ട് എന്താ പറയുക ഉണ്ടാവുന്നത് കേട്ടോ. വിടേലിയ എന്ന് പറഞ്ഞാൽ മോസ്റ്റാണ് ഗൈസ്. അതിൻ്റെ ഇലയായാലും അത് അതിൻ്റെ പൂവായാലും അത് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ്. നമുക്ക് പൂക്കളിടുമ്പോൾ ഭയങ്കരമായിട്ടൊരു കളർ സത്യം പറഞ്ഞാൽ തരുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും മോസ്റ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ചിലരുടെയൊക്കെ ക്യാമറ ഇവിടെ മോസ്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. തട്ടിത്തെറിപ്പിച്ച് വെള്ളത്തിലേക്കിട്ട പ്രശ്നമുണ്ടോ? വാവ് ഗൈസ്, അപ്പം അലക്കുന്ന ഉരുപ്പിഴിയുന്ന ഒരു വലിയൊരു ഇതിലാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്? ഓക്കെ ഗൈസ്, അപ്പം നമ്മളിതേ മോസ്റ്റായിട്ട് നമ്മുടെ പുഴയിലേക്ക് ഒന്നും കൂടി ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നു. വാവ് ഗൈസേ, മോസ്റ്റ് ആയിട്ടില്ലേ ഗൈസേ? നല്ല അടിപൊളിയായിട്ടില്ലേ ഗൈസേ? നല്ല വെള്ളമാണ് കേട്ടോ ഗൈസേ. പക്ഷേ എനിക്ക് തോന്നുന്നുണ്ട് കുറച്ചും കൂടി വെള്ളമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കുറച്ചും കൂടി വെള്ളം വേണം ഗൈസേ. ഇത് കണ്ടില്ലേ ഗൈസേ, സൂര്യൻ എങ്ങനെയാണ് കൊല്ലണ്ടേന്ന് ഓർത്തിരിക്കുവാണ് കേട്ടോ. ഈ മഴേൻ്റെ ഒക്കെ ഒരു ഇത് വന്നായിരുന്നു. ആ ഒരു സമയത്താണ് നമ്മൾ ഇറങ്ങിയത്. അയ്യോ മഴയൊക്കെ ഏതോ വഴിക്ക് പോയിട്ടോ ഗൈസേ. അമ്മേ, നമ്മുടെ മോസ്റ്റായിട്ട് നമ്മുടെ വെള്ളമാണ് കേട്ടോ ഗൈസേ നിങ്ങളീ കാണുന്നത്. അയ്യോ നല്ല രസമല്ലേ ഇത് കണ്ടോ ഗൈസേനെ നഖം നല്ല മോസ്റ്റായിട്ട് വളർന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഗൈസ് എത്ര മന്ത് ഉണ്ടെന്ന്? ഇതൊരു 9 months. ഇതൊരു 9 മാസം ആയിട്ട് ഞാൻ വളർത്തിക്കൊണ്ടിരുന്ന നഖമാണ് കേട്ടോ. ഇത് വെട്ടിയിട്ടിപ്പം ഇഷ്ടപ്പെടുന്നില്ല എനിക്ക്. നല്ല അടിപൊളിയായിട്ടുണ്ട് ഗൈസ്, ഇത് കണ്ടില്ലേ? അയ്യോ അയ്യോ എന്റെ ഗൈസേ, ഇവിടെ കണ്ടോ വാവാറ്റതേ അലക്കിക്കൊണ്ടിരിക്കാണ്. അമ്മ ഇവിടെ അലക്കിക്കൊണ്ടിരിക്കാണ്. അതെ, എന്റെ വ്ളോഗിൽ ചിലരൊക്കെ ക്യാമറ തട്ടിപ്പറിച്ചോണ്ട് പോയി വെള്ളത്തിന്റെ ഉള്ളിൽ വീഡിയോ എടുക്കുന്നുണ്ട്. പറഞ്ഞൊക്കെ തുണിയിൽ വന്നിട്ട് കളിച്ചേക്കല്ലോ കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. വളരെ കാലിപ്പത്തി എനിക്ക് എന്റെ ക്ലിപ്പ് എടുത്താണ് കാലമാണ് എടുത്ത് കൊടുക്കാം. ചിലരൊക്കെ ചില ചെലപ്പ് കണ്ടില്ലേ ഇവിടെ വെച്ചിട്ട് പോയേക്കാണ്. ചെരുപ്പ് പറഞ്ഞൊരു കാഴ്ച. വയസ്സ് എനിക്കൊരു ക്യാമറമാനെ വേണം. നിങ്ങൾ ആരും ഇൻട്രസ്റ്റ് ആയിട്ടില്ല എന്നോട് പറയാൻ കേട്ടോ വയസ്സേ, ഞാൻ നോട്ട് ചെയ്തിട്ട് പറയാം. കാരണം ഇവിടെ ഒന്നും ശരിയല്ല. ഓക്കെ വാ
ഈ വെള്ളം തെറിപ്പിച്ച് ഞാൻ തലയിൽ കൂടി കമത്തും. ആണോ? എന്ത് എടുക്ക്. ഇല്ല, നീ അവിടെ ഇരിക്കും കുറച്ച്. നമ്മുടെ പച്ച മണം കേട്ടോ. എന്റെ വീട് എടുക്കുന്നുണ്ടല്ലോ. ആണോ? എന്നാ പിന്നെ നിന്നെ ഞാൻ എന്തൊക്കെ ചെയ്യണം? ഉണ്ടോ? 2 തകം ഉള്ളൂ. ആകെ 3 പൊട്ടിപ്പോയി. എടുക്കുന്നുണ്ടല്ലോ. പിടിച്ചു. എന്നാ നകം ഒന്നാമത് ഇപ്പൊ അലക്കിട്ട്. പാലത്തിലെന്താ കയറാൻ പോകണോ? ഇവിടെ ഞാൻ ചവിട്ടണം. അപ്പൊ പാലത്ത് നമ്മള് ഇവിടെയാ അയ്യോ, നീ എന്തിനാ മകളെ തുണി ഉടുത്തിട്ട് വരുന്ന വീഡിയോ എടുക്കാൻ? തുണി ഉടുക്കാതെ ഒന്നൂടെ? അങ്ങോട്ട് വീഴ, അങ്ങോട്ട് വീഴ, അവിടെ കിടക്കുക. എന്റെ എല്ലാം അഴിക്കുന്നു. എന്റെ പാന്റീസ് ഒന്നും കാണിക്കല്ലേ. എടാ നീ മാറ്റ, എന്റെ മേത്തുനിന്ന് വിട്. എന്റെ മേത്തുനിന്ന് വിട്. ആരും ഒന്നും ആണോ? ഇഷ്ടപ്പെടണ്ട. എടാ ഇപ്പൊ പിന്നെ ഫോട്ടോ ആണ് എടുക്കുന്നേ. എന്താണ് അസൂയ? ഈ പൈങ്കിളിക്ക് എന്തൊരു ഈഗോയാന്നറിയാമേ? അസൂയ വിത്ത് എന്ന് പറഞ്ഞ പൈങ്കിളിയാണ് നമ്മളെ ഭൂമിയിലെ മറ്റേ അസൂയ വിത്ത്. അമ്മ എന്തിനമ്മ അസൂയ വിത്തിനെ പ്രസവിച്ചത്? മാറിക്കടാ, വീഴടാ. ഫോണിൽ വെള്ളം തെറിക്കും. ഇല്ല, ഒഴി കിട്ടുന്ന രസമുള്ള കൈ ഇങ്ങനെ വളച്ചിട്ട് വേണം നിന്നെ ശരിയാക്കാൻ. ഫോൺ വീഴൂട്ടാ. ഫോൺ തട അവിടെ. നീ ബാക്കിലേക്ക് പോയി വീഴും അവിടെ. പൈങ്കിളി മഫ്ത നിന്റെ വെള്ളം ഓടിക്കും ഞാൻ. നിങ്ങളോ? ഐ ആം എ ഹ്യൂമൻ ബീങ്. വാട്സ്ആപ്പ് കണ്ടോ കൊച്ചിന് കൈ ഈ ഇടയ്ക്ക് ഭയങ്കര ഉപദ്രവം കൊടുത്തിട്ടുണ്ട്. അല്ല എന്നെ ഭയങ്കര ഈ പൈങ്കിളി ചെയ്യുന്നറിയോട്ടെ. പങ്കെല്ലാം ചെയ്തു വെക്കും. പങ്കെല്ലാം ചെയ്തിട്ട് എല്ലാ കുറ്റങ്ങളും ചെയ്തിട്ട് നമ്മുടെ പേരിൽ അടിച്ചേൽപ്പിക്കും. പൈങ്കിളി എന്നെ നഖം മുടക്കണം പറഞ്ഞു. അമ്മേനുള്ള ഉപദ്രവം എല്ലാം ചെയ്ത് കുഞ്ഞാഴ്ചയാണ് ഇത്. ഞാൻ ആരെയമ്മ എന്തിനാ മേടിച്ചേ? ഈ നഖം മുടക്കി എന്റെ മമ്മ. എന്റെ കൺമഷി പരന്നു. നിങ്ങളുടെ തല കാരണം. ഓക്കെ ഗായ്സ്, ഇപ്പോ ഇവിടെ ഉണ്ടായത് ഒരു ചെറിയൊരു മിനിയാണ്. ഓക്കെ ഗായ്സ്, എപ്പോഴും എന്റെ ബാക്കിൽ നുള്ളും കുഞ്ഞാച്ചി. എനിക്ക് ഇഷ്ടപ്പെടാ. ഗായ്സ് കണ്ടോ, ഇതിങ്ങനെ ഒഴുകിപ്പോവും. കുഞ്ഞാച്ചി, ഞാൻ മണ്ണിലെടുത്ത് എറിയൂടാ. ഇപ്രാവശ്യം ക്ഷമിക്കുന്നത് എന്റെ അവാർഡിട്ടല്ലേ എന്റെ ഫാൻ. ഓക്കെ, അപ്പൊ എന്തോ കുഞ്ഞാച്ചി ആട്ടോ ഡൂഡിമാൻ കുഞ്ഞാച്ചിയാണ്. എന്റെ അവാർഡ് ഇട്ടല്ലേ, എന്നെ കൂടുതൽ പറയണോ? ഓക്കെ ഗൈസ്, അപ്പം നമ്മള് ഇവിടെ ഇങ്ങനെ മോസ്റ്റായിട്ട് ഇങ്ങനെ എന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കും. ഇവിടുത്തെ കാഴ്ച കാണാൻ നല്ല രസമാണ് കേട്ടോ. അവിടെ ഒരു ഭയങ്കര സാധനം മുഖൻ അയാളെക്കുന്നുണ്ട്. അപ്പൊ മോസ്റ്റായിട്ട് ഇവിടുത്തെ മേഘങ്ങള് സൂര്യനെയൊക്കെ കണ്ട് അയസലായിട്ട് നമ്മള് ഞാൻ പൂള് പോയാല്
അപ്പൊ നമ്മള് മോസ്റ്റ് ആയിട്ട് ഇരുന്നതിന്റെ എക്സ്പ്രഷൻ ആണോ അത്? അത് ശരിയാ. അതെ അതെ ശരിയാ. ഇത്രയും ഇവിടെ നിങ്ങൾ മറ്റേ സമയം 5 മണി ആവാനായിട്ടോ. അതെ 4:30 വീഡിയോ എടുക്കുന്നു. എന്തോ അപ്പൊ നമ്മളെ മോസ്റ്റ് ആയിട്ട് നീന്താൻ വേണ്ടിട്ട് പോയിട്ടോ. എന്റെ വായി നോക്കി, ഫോണിലേക്ക് വെള്ളാക്കില്ലെന്ന് നിങ്ങള്. എന്റെ കൈ ഉണ്ടല്ലോ നോക്കിത് പോക്കിമോൻ മാന്തിയതാണ് കേട്ടോ. കണ്ടില്ലേ ഗൈസ്, എന്റെ നഖം പൊട്ടിപ്പോയി. കഴിഞ്ഞില്ലേ? അപ്പൊ വാ എടുക്കാം ബാക്കി. നിങ്ങൾക്ക് എന്തടാ നിങ്ങളുടെ അടി കഴിയേ എന്നിട്ട് പറയും. കളിക്കാൻ എന്റെ സ്വഭാവം മാറട്ടോ. എന്നെ ശരിക്കും അറിയില്ല. ഈ ഡയനെ ആർക്കും അറിയില്ല. 1 2 3 അതെന്താ ഇങ്ങനെയാണോ മുങ്ങ്? അയ്യേ പങ്കാ, നിന്റെ ഓറ പോയി. നന്നായി ഒന്ന് മുങ്ങ്. ഓറ പോയി. ഓക്കെ, അപ്പൊ ഇങ്ങനെ മുങ്ങ കൈ പിടിച്ചോണ്ടേ. എനിക്ക് ടൈമർ മോസ്റ്റ് 1 minute 48 സെക്കൻഡ്. അത്രയും മിനിറ്റ് ആക്കാൻ പറ്റും. എനിക്ക് അപ്പൊ എന്റെ കയ്യിൽ നിന്ന് ഫോൺ ചാടും. 2 3 പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്റെ തലേന്ന് എണ്ണ മാത്രം വെച്ചിട്ടുള്ളൂ. ഈ കഞ്ഞിവെള്ളം തണി തേക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിനു മുമ്പ് ഞാൻ വെള്ളത്തിൽ താഴ്ത്തിയിടാ. എന്താ ചെയ്യാ? എനിക്ക് പേടിയൊന്നും പേടിക്കണ്ടടാ, നമുക്ക് സെറ്റാക്കാം. പുറത്തിരുന്ന ഈച്ചേനെ അത് പ്രശ്നമാകും ചേച്ചി. കുഴപ്പമില്ലായിരുന്നു അല്ലേ? അത് പ്രശ്നമാകും. എന്താ ഇപ്പൊ ചെയ്യാ? ഗായ്സ്, നിങ്ങളുടെ ഇതിൽ വഴിയുണ്ടേ പറയാം. അപ്പൊ നമുക്ക് മോശമായിട്ട് അമ്മേ അമ്മേ അയ്യോ, ഡെഡ് ബോഡി. എണ്ണയുടെ അങ്ങനത്തെ അയ്യേ, എന്റെ പാടില്ല. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് മോശമായിട്ട് നമ്മള് ഓക്കെ മോശമായിട്ട് നമുക്ക് നീന്താട്ടോ. അമ്മേ, ഞാൻ ഡ്രസ് ഇടാതെ കുളിക്കാൻ പറ്റേ. ഇന്നലെ രാത്രി ആരെന്നെ മുടി പൊട്ടിച്ചറിയോ? എന്റെ മുടി എത്ര എണ്ണം പിഴുതു. നിങ്ങൾക്ക് എന്താ ഞങ്ങൾ ആരും ഓർക്കാൻ സമ്മതിക്കൂല. കീറിക്കൊണ്ടങ്ങ് ഇരുന്നോളൂ. ഭയങ്കര അടിപൊളി എടാ അതിന് ക്യാമറ ആ ഓർമ്മ വേണം നിങ്ങൾക്കൊക്കെ. ദ്രോഹിക്കല്ല, എല്ലാവർക്കും വേദന ഒരേപോലെയാണ്. മമ്മ ഞാനാണ് ഇവിടെ തല വിളിക്കാൻ നിൽക്കുന്നത്. അപ്പൊ നോക്ക്, മോസ്റ്റ് ആയിട്ട് താളി തേച്ചിട്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ടുണ്ട്. ഈ താളി തേച്ചിരിക്കൽ എനിക്ക് ഭയങ്കര ഒരു അൺസാറ്റിസ്ഫൈ ആണ് ഗൈസ്. അപ്പം ഞാൻ എന്താ ഇവിടെ മോസ്റ്റ് ആയിട്ട് മണലെടുത്ത് നമ്മളിവിടെ സ്പാ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഗൈസ് നല്ല മോസ്റ്റായിട്ട് ഞാൻ കയ്യിലൊക്കെ നല്ല മണൽ തേക്കുന്നുണ്ട് കേട്ടോ. ഗൈസ് 2 കയ്യിലും മോസ്റ്റായിട്ട് ഞാൻ തേച്ചു. അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിൽ മോസ്റ്റായിട്ട് തേച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ മോസ്റ്റായിട്ട് നമ്മുടെ മുഖത്തും തേക്കണം ഗൈസ്. ഓ വാവ്. ഒക്കെ ബക്കറ്റിൽ ഒരു ബക്കറ്റ് വെള്ളം തരുമോ ചേച്ചി? എനിക്കൊരു ബക്കറ്റ് വെള്ളം തരുമോ? നല്ല അടിപൊളിയായിട്ട് നമ്മൾ മോസ്റ്റായിട്ട് സ്ക്രബ് ചെയ്യുന്ന പോലെ നല്ല ചെയ്യരുത്. കാരണം നമ്മുടെ മേത്തൊക്കെ നല്ല സ്ക്രാച്ച് ഒക്കെ വരാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതെ ഇവിടെ വെള്ളമുണ്ട് ഗൈസ്, നമുക്ക് തലയിൽ കുടിക്കാൻ പറ്റാം. ക്യാമറ ഉണ്ട് ഇവിടെ.
ഗൈസ് അപ്പോൾ തലയിൽ കൂടി ഞാൻ കമത്തിയിട്ടുണ്ട്. പക്ഷേ നല്ല ഒന്ന് കുളിച്ചിട്ട് വരണം. മോസ്റ്റായിട്ടൊന്ന് കുളിക്കട്ടെ കേട്ടോ ഗൈസ്. അപ്പോൾ തലയൊക്കെ നല്ല കുളിച്ചിട്ടുണ്ട്. നോക്കിയാൽ മനസ്സിലാവുന്നല്ലോ ഗൈസ്. എൻ്റെ കണ്ണൊക്കെ ആകെ ചുമന്ന് നിൽക്കുന്നുണ്ട്. കുറേ നേരം വെള്ളത്തിൽ കിടന്നതാണ് കേട്ടോ. ഇവിടെ കണ്ണൊക്കെ നല്ല ചുമന്ന് വരും. നമുക്ക് ഇനിയും നീന്തണം ഗൈസ്. നിങ്ങൾക്ക് കണ്ട എൻ്റെ നീന്തൽ സീൻ. മോസ്റ്റായിട്ട് ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ നീന്തൽ സീൻ കണ്ടില്ലേ ഗൈസ്? ഒരു രക്ഷയില്ല. ഗൈസ് അപ്പോൾ നമ്മൾ പണ്ട് ചെയ്യുന്നൊരു സാധനമാണ് കേട്ടോ ഗൈസ് ഇത്. കപ്പിന് വെള്ളത്തിൽ തലയിൽ ഇങ്ങനെ വെക്കും, ഇങ്ങനെ വീഴും. അമ്മ നല്ല മോസ്റ്റാട്ടോ. പണ്ട് ഇത് നമ്മുടെ കെട്ടുകാരെ വന്നിട്ടായിരുന്നു ഗൈസ് എപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. അമ്മേ നല്ല രസമാണ് ഗൈസ്. ഇത് പ്രത്യേക തരം ഒരു ഷവറാണ് കേട്ടോ. അമ്മേ ബിഗ് മോസ്റ്റാണ്. പിന്നെ പുഴയെ വന്നിട്ട് കോരി കൊടുക്കുന്ന രസം അതൊന്നും വേറെയാണ് കേട്ടോ. ഇഷ്ടംപോലെ വെള്ളത്തിൽ നമുക്ക് മോസ്റ്റായിട്ട് കോരി കുടിക്കാം. ഗൈസ് എങ്ങനെ ഞാൻ ക്യാമറ പ്ലേസ് ചെയ്തിട്ടുണ്ട് നോക്ക് മോസ്റ്റായിട്ട് നമ്മുടെ വെള്ളത്തിലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വരാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ മോസ്റ്റായിട്ട് എഴുതാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വരുവാണേ. ഗൈസ് ഒരു രക്ഷയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയാണ്. നല്ല മോസ്റ്റ് ആയിട്ടുണ്ട് ഗൈസ്. നല്ല അടിപൊളിയായിട്ടുണ്ട്.